നമസ്കാരം, വെൽക്കം ടു വിന്നേഴ്സ് ആൻഡ് ടെക് ക്ലാസ്സസ്. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ബിടെക് കഴിഞ്ഞ ഒരു ഉദ്യോഗാർത്ഥിയാണോ നിങ്ങൾ? അതുപോലെ തന്നെ നിങ്ങൾ കേരള PSC, SSC, RRB എക്സാംസ് ഒക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. കേരള PSCയിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള എന്ന് പറഞ്ഞിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് AE എക്സാമിന്റെ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻസ് ബിടെക് തന്നെയാണ്. സോ ബിടെക് ഉള്ളവർക്ക്, ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് ഈ ഒരു പോസ്റ്റിന് വേണ്ടി ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് ഒരുപാട് ബൾക്ക് വേക്കൻസി വരുന്ന പോസ്റ്റ് ഒന്നുമല്ല. കേരളത്തിലെ ആദ്യമായിട്ടാണ് കേരള PSC യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയിലേക്ക്, ഡിഫറെന്റ് യൂണിവേഴ്സിറ്റീസിലേക്കുള്ള AE ലെവൽ എക്സാം മെക്കാനിക്കലിന് വേണ്ടിയിട്ട് വിളിക്കുന്നത്. സോ ഇപ്പൊ നിലവിൽ ഒരു വേക്കൻസിയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അത് ഒരുപാട് കൂടാനൊന്നും സാധ്യതയില്ല, എങ്കിലും ഒരു മിനിമം നമ്പർ വേക്കൻസി മാത്രമേ അത് കാണാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. അതിപ്പോൾ വിളിച്ചിരിക്കുന്ന ഒരു പോസ്റ്റാണ്. ഇനി നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കേരള PSCയിൽ ഇപ്പം കുറെ എക്സാംസ് കഴിഞ്ഞിട്ടിരിക്കുകയാണ് അല്ലെ. ലെക്ചർ ഇൻ പോളിടെക്നിക്സ്, ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ ഇറിഗേഷൻ AE എക്സാം, ലെക്ചർ പോളി AP, അങ്ങനെ കുറെ എക്സാംസ്, AMA വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ പോലെ ഡിപ്ലോമ ലെവൽ എക്സാം കുറെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഇതിന്റെയൊക്കെ കുറെ എക്സാമുകളിലൊക്കെ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞു. അഡ്വൈസറൊക്കെ പോയി തുടങ്ങുന്നുണ്ട്. പുതിയ അഡ്വൈസറൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പുതുതായിട്ടൊക്കെ WLൊക്കെ അഡ്വൈസ് ഒക്കെ ഉടനെയൊക്കെ പോകും. അപ്പൊ ആ ഒരു സ്ഥിതിയിലാണ് ഇപ്പൊ നമ്മുടെ എക്സാം പ്രിപ്പറേഷൻ. കുറെ നാൾ മുന്നേ പഠിച്ചവരൊക്കെ തന്നെ ഇപ്പൊ തന്നെ ഒരു എക്സാം ഒക്കെ ക്രാക്ക് ചെയ്ത് ജോലിക്ക് കയറാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. പക്ഷെ കുറെ ആൾക്കാർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന റാങ്ക്, നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ ടോപ്പിൽ വരാൻ പറ്റാത്തതായിട്ടുള്ള ആൾക്കാരുണ്ട്. കഴിഞ്ഞ പ്രിപ്പറേഷനിൽ അവർക്ക് മുന്നിലെത്താൻ പറ്റാത്തവരുണ്ട്, പ്രിപ്പയർ ചെയ്യാത്തവരുണ്ട്, ഇനി ആദ്യം പ്രിപ്പയർ ചെയ്യാൻ പോകുന്നവരുണ്ട്. അവർക്കെല്ലാം വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ഇന്ന് ചെയ്യുന്നത്. നമ്മുടെ കേരള PSCയിൽ ഇപ്പൊ ഈ A ലെവൽ എക്സാംസ് വിളിച്ചത് കൂടാതെ തന്നെ ഇനി 1-2 പോസ്റ്റ് വിളിക്കാൻ സാധ്യതയുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. അതിലൊന്ന് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള AE എക്സാമിന്റെ നോട്ടിഫിക്കേഷൻസ് ആണ്. അതിന്റെ റാങ്ക് ലിസ്റ്റ് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. കുറച്ച് നാളായിട്ട് തന്നെ റാങ്ക് ലിസ്റ്റ് ഇപ്പൊ നിലവിലില്ല. സോ ആ ഒരു തസ്തികയ്ക്ക് വേണ്ടി നോട്ടിഫിക്കേഷൻസ് വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വർക്ക്ഷോപ്പ് സൂപ്രണ്ട് പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻസ് വരും എന്ന് നമ്മളിങ്ങനെ പല തവണയായിട്ട് കേൾക്കുന്നുണ്ട്. ഇതുവരെ അതിൻ്റെ ഒന്നും ആയിട്ടില്ല. അതിന്റെ സർവീസ് റൂളോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ശരിയായി കഴിഞ്ഞാൽ അതിന് നോട്ടിഫിക്കേഷൻസും വരാം. അതും അതും ബിടെക് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള തസ്തികയാണ്. ബിടെക് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. വളരെ ഹൈ ലെവൽ സാലറി ഒക്കെ വരുന്ന ഒരു പോസ്റ്റാണ് വർക്ക്ഷോപ്പ് സൂപ്രണ്ട്. ഇതൊന്നും ആയിട്ടില്ല കേട്ടോ. അതിന്റെ ഇതൊന്നും നമ്മൾ തിരക്കിയനുസരിച്ച് ഇതൊന്നും ആയിട്ടില്ല. അതിന്റെ സർവീസ് റൂളൊക്കെ അമെൻഡ് ചെയ്തതിനു ശേഷം മാത്രമേ നോട്ടിഫിക്കേഷൻസ് വരത്തുള്ളൂ. ഇതുപോലെ തന്നെ ചെറിയ ചെറിയ പോസ്റ്റുകളൊക്കെ ഈ പ്ലാന്റേഷൻ കോർപ്പറേഷൻ പോലുള്ള, അല്ലെങ്കിൽ അഗ്രോ മിഷനറി പോലുള്ള, അതുപോലെ അങ്ങനെയൊക്കെ കുറെ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ കേരളത്തിൽ ഉണ്ട്. അതിനൊക്കെ കുറച്ച് ചെറിയ ചെറിയ പോസ്റ്റുകളൊക്കെ, ചെറിയ ചെറിയ നമ്പേഴ്സ്, പോസ്റ്റല്ല ചെറിയ ചെറിയ നമ്പേഴ്സ് വേക്കൻസികളുള്ള പോസ്റ്റുകളൊക്കെ തന്നെ വിളിക്കും. ഈ എക്സാം എല്ലാം കൂടെ ചേർത്തിട്ട് ഒരൊറ്റ എക്സാം ആയിട്ടായിരിക്കും നടക്കാൻ വേണ്ടി പോകുന്നത്. മേ ബി അടുത്ത വർഷം പകുതിയോടുകൂടി അല്ലെങ്കിൽ അടുത്ത വർഷത്തോടുകൂടി ഇതിന്റെയൊക്കെ എക്സാംസ്, AE എക്സാംസ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ തന്നെ ഒരു 3-4 അല്ലെങ്കിൽ 4-5 എക്സാംസ് മിക്കവാറും കമ്പൈൻഡ് ആയിട്ടായിരിക്കും, 4-5 തസ്തികകളിലേക്കുള്ള എക്സാം കമ്പൈൻഡ് ആയിട്ടായിരിക്കും നടക്കാൻ വേണ്ടി പോകുന്നത്. ഇത് കൂടാതെ ഡിപ്ലോമ ഉള്ളവരാണെങ്കിൽ ബിടെക് ഡിപ്ലോമ ഉള്ളവർ എഴുതുന്ന ഡിപ്ലോമ ഉള്ളവർക്ക് വിളിക്കുന്ന എക്സാമുകളായിട്ടുള്ള റെയിൽവേ എക്സാമുകൾ, RRB JE അതുപോലുള്ള എക്സാമുകളൊക്കെ ഇനി ഇയർലി വിളിക്കാൻ വേണ്ടി പോവുകയാണ്. SSC JE ഓൾറെഡി ഇയർലി വിളിക്കുവാണ്. അത് ബിടെക് ഉള്ളവർക്ക് അപ്ലൈ വേണ്ടി പറ്റുന്ന പോസ്റ്റാണ്. RRB ആയാലും SSC ആയാലും ബിടെക് ഉള്ളവർക്ക് അപ്ലൈ വേണ്ടി പറ്റും. ഈ പറഞ്ഞിരിക്കുന്ന എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ, നിങ്ങൾ ഫ്രഷർ ആയിക്കോട്ടെ, കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ റാങ്ക് കിട്ടാത്തവരായിക്കോട്ടെ, നിങ്ങൾ ആദ്യമായിട്ട് തുടങ്ങാൻ പോകുന്നവരാവട്ടെ, നിങ്ങളുടെ പ്രിപ്പറേഷൻ ഏത് ലെവലിലായിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ബിടെക് ലെവൽ എക്സാംസിന് ഒരു ബാച്ച് ഉണ്ടാവും, ഡിപ്ലോമ ലെവൽ എക്സാംസിന് ഒരു ബാച്ച് ഉണ്ടാവും. ഈ ബാച്ചിൽ നമുക്ക് അറിയുന്ന ഒരു കാര്യം, നമ്മുടെ ഫാക്കൽറ്റി ലൈനപ്പ് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ഒരു സീസൺ ഓഫ് എക്സാംസ് നമ്മുടെ മുന്നിലുണ്ട്. ലെക്ചർ പോളി ആയാലാവട്ടെ, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, AMA പോലെ എക്സാമ്പിൾ കുറെ നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരു സീസണിൽ കഴിഞ്ഞു. അപ്പോൾ അതിനകത്തൊക്കെ ടോപ്പ് വന്നിരിക്കുന്ന ആൾക്കാരെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കഴിഞ്ഞ സീസണിലൊക്കെ അവർ പഠിച്ചത് എവിടെയാണെന്നുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അവർ ക്ലാസ് എടുത്തിരുന്ന ഫാക്കൽറ്റി ആരൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഏറ്റവും മികച്ച ഫാക്കൽറ്റി ലൈനപ്പുമായിട്ട് തന്നെയാണ് നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നത്. ഇതിന്റെ പ്രത്യേകത, ഈ ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് A ലെവൽ എക്സാംസിന് വേണ്ടിയിട്ട് നമുക്കൊരു ബാച്ച് ഉണ്ടാവും, ഡിപ്ലോമ ലെവൽ എക്സാംസിന് വേണ്ടി നമുക്കൊരു ബാച്ച് ഉണ്ടാവും. 2 ബാച്ചുകൾ നമ്മൾ സ്റ്റുഡിയോ റെക്കോർഡ് ക്ലാസ്സുകളോടൊപ്പം തന്നെ ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ മെന്റർഷിപ്പോട് കൂടിയാണ് നമ്മൾ അടുത്തൊരു വർഷം നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നത്. ഈ കോഴ്സ് ഒരു മൾട്ടിപ്പിൾ വാലിഡിറ്റി കോഴ്സ് ആയിരിക്കും. നിങ്ങൾക്ക് 1 ഇയർ വേണമെങ്കിൽ 1 ഇയർ പഠിക്കാം, അതിൽ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ പഠിക്കാം, ആഡ് ഓൺ കോഴ്സുകൾ ആഡ് ചെയ്ത് പഠിക്കാം. അങ്ങനെയുള്ള കുറെ ഫെസിലിറ്റീസ് ഈ ബാച്ചിനകത്ത് നിങ്ങളോടൊപ്പം ഉണ്ടാവും. സോ നിങ്ങളുടെ ഒരു 0 ലെവൽ മുതൽ ഹയസ്റ്റ് ലെവൽ വരെയുള്ള മിക്ക ക്വസ്റ്റ്യൻസ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കാണുന്ന മിക്ക ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു കോഴ്സിനകത്ത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യിപ്പിച്ചിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങൾക്ക് നമ്മളോടൊപ്പം ചേർന്ന് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മൾ പുതിയ 2 ബാച്ചുകൾ നമ്മൾ തുടങ്ങുകയാണ്. പുതിയ ബാച്ച് എന്ന് പറയുമ്പോഴത്തേക്ക്
നമ്മൾ അതിന് വേണ്ടിയിട്ട് പുതിയ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുവാണ്. നെക്സ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യുവാണ്. എ ലെവൽ എക്സാംസ് അല്ലെങ്കിൽ ബിടെക് ലെവൽ എക്സാംസിന് വേണ്ടിയിട്ട് റോയൽ ബാച്ച് ഫോർ ബിടെക് ലെവൽ എക്സാംസ് എന്നൊരു പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതിൽ എ ലെവൽ എക്സാംസിന് നിങ്ങൾ പഠിക്കുന്ന A to Z കാര്യങ്ങൾ നിങ്ങളോടൊപ്പം തന്നെ കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റോയൽ ബാച്ച് ഫോർ ഡിപ്ലോമ ലെവൽ എക്സാം, ഡിപ്ലോമ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങുന്ന ബാച്ചാണ് റോയൽ ബാച്ച് ഫോർ ഡിപ്ലോമ ലെവൽ എക്സാം. പിന്നെ റോയൽ പ്രീമിയം ബാച്ച്. ഈ ബാച്ചിലൊക്കെ എങ്ങനെയാണ് ക്ലാസ്സുകൾ വരുന്നതെന്നുള്ള കാര്യങ്ങൾ, എന്തൊക്കെ ഫെസിലിറ്റീസ് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള കാര്യങ്ങൾ, ആരൊക്കെയാണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നുള്ള കാര്യങ്ങൾ, നിങ്ങൾ ആരുടെ മെന്റർഷിപ്പിലായിരിക്കും പഠിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ നമ്മൾ സെപ്റ്റംബർ മാസം 12-ാം തീയതി നമ്മളൊരു വെബിനാർ വെക്കുന്നുണ്ട്. സോ ആ വെബിനാറിൽ നിങ്ങൾ ഭാഗമാവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കാണുന്ന ലിങ്കിൽ നിങ്ങൾ ഫോം ഫില്ല് ചെയ്താൽ മതി. ഒരു ലിങ്ക് ഉണ്ടാവും, ഒന്ന് ഫില്ല് ചെയ്താൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ ഇവിടെ ഉണ്ട്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഈ ബാച്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒരു ഉറപ്പ് ഞങ്ങൾ തരുന്നത്, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതിലെ ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സുകൾ തന്നെയായിരിക്കും ഈ ഒരു കിട്ടാൻ വേണ്ടി പോകുന്നത്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ സീനിയേഴ്സിനോടൊപ്പം അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ട് മുന്നേ പഠിച്ച് പാസ്സായി വന്നവരോടൊപ്പം തന്നെ അല്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ എക്സാം ക്രാക്ക് ചെയ്തവരോട് ചോദിച്ചാൽ മതി. ഏതൊക്കെ ഫാക്കൾട്ടീസ് ആണ്, എവിടെയൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ക്ലാസ് എടുത്ത് നോക്കിയാൽ മതി. അതിനകത്ത് നിങ്ങൾക്ക് ഈ പറയപ്പെട്ട ഫാക്കൾട്ടികളുടെയൊക്കെ പേര് നിങ്ങൾക്ക് പലയിടത്തും നിന്ന് കേൾക്കാൻ വേണ്ടി പറ്റും. ആ ഒരു ഉറപ്പ് നിങ്ങൾക്ക് തരികയാണ്. ഞങ്ങളോടൊപ്പം ചേർന്ന് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ ഡെമോ സെഷൻസ് കാണാൻ വേണ്ടി പറ്റും. കോഴ്സ് സംബന്ധമായ A to Z കാര്യങ്ങൾ നമ്മൾ ആ വെബിനാറിൽ നിങ്ങളോടൊപ്പം തന്നെ ഷെയർ ചെയ്യുന്നതാണ്. എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഏത് ലെവലിൽ പ്രിപ്പയർ ചെയ്യണം, ഏത് രീതിയിൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം, അത് A ലെവൽ എക്സാം ആവട്ടെ, ഡിപ്ലോമ ലെവൽ എക്സാം ആവട്ടെ, ഏതൊരു എക്സാം ആണെങ്കിലും നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ വെബിനാറിൽ നിങ്ങൾക്ക് വ്യക്തമായ മാർഗ്ഗനിർദ്ദേശം തരുന്നുണ്ട്. നമ്മുടെ കോഴ്സിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും നിങ്ങൾ പഠിപ്പിക്കുന്ന ഫാക്കൾട്ടിയുടെ ഉള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ആ ഒരു വെബിനാറിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് ആ വെബിനാറിൽ കാണാം. സോ നിങ്ങൾ ആ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. ഒന്നുകിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും, അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് കമന്റ് നോക്കിക്കഴിഞ്ഞാൽ ആ ലിങ്ക് ഉണ്ടാവും. സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.